തൊട്ട് വെടി തുടങ്ങുവാണ്. അത് തുടങ്ങി മാലപ്പടക്ക് അവസാനം തൃശ്ശൂർ പൂരം കണ്ട ഒരു എഫക്റ്റാണ്. ഇടുപ്പം വിടുന്നതിന് എല്ലാ വർക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരു ഡിപ്പാർട്ട്മെൻറ്റും മോശം പറയാനില്ല. പക്ഷേ ഇവരുടെയൊക്കെ രസത്തുകളിൽ എല്ലാം ഒന്നിനൊന്നിനും വെച്ച് ഒരു പടം അപ്പോൾ ആവേശമൊക്കെ ഉണ്ടാക്കിയ ഒരു എഫക്റ്റാണ്. ഇടുപ്പം തകർത്ത് ആക്ഷൻ തുടങ്ങുന്ന ഞാൻ പറഞ്ഞില്ല, തുടങ്ങിയ വെടിയാണ്. അവസാനം തൃശ്ശൂർ പൂരം കണ്ട ഒരു എഫക്റ്റാണ്. ഇടുകിടുപ്പം പടം എല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റും കിടുപ്പനാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊരു റൊമാൻറ്റിഫിക്കേഷനോടല്ലാതെ ഇറങ്ങി വരാൻ പറ്റത്തില്ല. എന്നാ പറയാ, ദിലീഷ് പോത്തൻ ഈ രീതിയിൽ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാവില്ല. അമ്മാതിരി രീതിയിലാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന അനുരാഗ് കാശ്യപ് പറയേണ്ട കാര്യമുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയാം വാണി വിശ്വനാഥ്, വിജയരാഘവൻ, വാണി വിശ്വനാഥൻ്റെയൊക്കെ നമ്മളൊരു ഈ സാധനമൊക്കെ പണ്ട് കാലത്ത് കണ്ടിട്ടുള്ളതല്ലാതെ ഈ ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോട്ടത്തിൽ ഒരു ഡയലോഗിൽ പോലും ഒരു സാധനമായിട്ട് വാണിജ്യ വിജയരാഘവൻ എടുത്തു പറയേണ്ട സാധനമാണ്. അപ്പം അങ്ങനെ നോക്കി ഇതൊക്കെ കൂടുന്ന റൈപ്പിങ്ങൾ. അപ്പം അതിലോട്ടൊരു അനുരാഗ് കാശ്യപിൻ്റെ ഒരു ഐറ്റ സാധനം വരുന്നു. പിന്നെ അവിടെ കൂടെ പൊരിഞ്ഞ പോരാട്ടമാണ്. വയലൻസിൻ്റെ അയ്യരുകളിയുണ്ട്. പക്ഷെ അത് ഭയങ്കര വയലൻസ് അല്ല. പക്ഷെ എന്നാലത് നമുക്ക് ഒരു ഹോളിവുഡ് ലെവൽ സാധനത്തിലോട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് പടം. അതിൻ്റെ ഓരോ ആഷിഖ് കപൂറിനാണ് ക്യാമറ, ആഷിഖ് കപൂറിൻ്റെ ഓരോ ഫ്രെയിമും ആഷിഖ് കപൂറിൻ്റെ ആ ഡയറക്ഷൻ്റെ ആ ഒരു വേ ഓഫ് സ്റ്റൈലും മേക്കിംഗ് ഒക്കെ എടുത്ത് പറയണം. വലിയ ബിഗ് സല്യൂട്ട്. തിയേറ്റർ വാച്ചുകളായിട്ടാണ്. മാർക്കോ നാളെ റിലീസാകുമ്പോൾ കുറച്ച് വേർക്കേണ്ടി വരും. കാരണം ആ റേഞ്ചിൽ പിടിച്ച് നിൽക്കാൻ പറ്റിയ ഐറ്റം തന്നെയായിരിക്കും. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിന് തീരെ സാധനം തന്നെയാണ്. ക്ലൈമാക്സ് ഒക്കെ ഒരു വലിച്ചു നീട്ടാതെ ഒരു പെർഫെക്റ്റ് ലെവലിൽ കൊണ്ട് നിർത്തി. സൂപ്പർ മൂവി. നമ്മുടെ ഇതിന് റിലീസിന് മുമ്പ് നമ്മുടെ ഹനുമാൻ കൈൻഡിൻ്റെ ഒരു എങ്ങനെയുണ്ടായിരുന്നു സൂരജിൻ്റെ പെർഫോമൻസ് തിയേറ്ററിൽ? ഹനുമാൻ കൈൻഡ് നമ്മളാ പാട്ടിൽ കണ്ടേക്കുന്ന സാധനത്തിൽ നിന്നൊക്കെ ഒരു വേ ഓഫ് ആക്ടിങ് ഒരു ഫസ്റ്റ് അങ്ങനത്തെ തോന്നത്തേയില്ല. ഒരു വെറുതെ കാസ്റ്റ് ചെയ്തതല്ല, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നടൻ വന്നിട്ട് ചെയ്യുന്ന പെർഫോമൻസ് ആണ് ഹനുമാൻ കൈൻഡ് അതിൻ്റെ അകത്ത് ചെയ്തേക്കുന്നത്. അത് എടുത്ത് തന്നെ പറയുന്നതാണ്. നമ്മൾക്ക് തന്നെ ഒരു തല്ലുപുള്ളി ടൈപ്പ് സീനായിട്ടാണ് നമുക്കതിൽ തോന്നുന്നത്. അത് പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ദിലീഷ് പോത്തൻ്റെ ഒരു വേ ഓഫ് ആക്ടിങ് നമ്മൾ ഇതുവരെ ആ റേഞ്ചിൽ കണ്ടിട്ടില്ല. ഒരു പക്കാ നസ്രാണി അച്ചായനായിട്ട് അവറാശ് എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ചെയ്തു. സൂപ്പർ. ഓക്കെ, താങ്ക് യു. ഇറങ്ങിയത് എന്ന് വെച്ചാൽ ഒരു പ്രതീക്ഷയില്ലാതെ ഒരു ദിവസം മുമ്പ് ഇറങ്ങിയാണ്. നാളത്തെയാണ് കൂട്ടപ്പൊരിച്ച് നടക്കാൻ പോകുന്നത്. അത് ഓർത്ത് തലേദിവസം ഒരു പടം ഇറങ്ങി റൈഫിൾ സ്റ്റോപ്പ്. കൂട്ടപ്പൊരിച്ചിൽ ഇതാ കണ്ടത്. ആദ്യം മുതൽ തുടങ്ങിയ വെടിക്കെട്ട് അവസാനം തൃശ്ശൂർ പൂരത്തെ വന്നു എന്ന് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുണ്ടല്ലോ. അതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനൊക്കെ ഉണ്ടല്ലോ. ഇട്ടിപ്പം വർക്ക് ആഷിഖ് കപൂറിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ആഷിഖ് കപൂർ വീണ്ടും പുള്ളി ലെവലിൽ എത്തിയിരിക്കണം. അത്ര ഒരു വർക്ക് അറിയാവുന്ന ഒരു വർക്ക് ഇതാണ്. അതൊരു ഫസ്റ്റ് സീൻ മുതൽ അവസാന സീൻ വരെ എൻഗേജ്ഡ് എന്നുള്ള ഇതാണ് കാണുന്നത്. ഇൻ്റർവെൽ സീനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അത്രയും കിടപ്പിന് അതൊരു പെർഫോമൻസ് ചെയ്തിരിക്കുന്നവർ ഒന്നിനൊന്നിനും എല്ലാവരും. അതായത് വാണി വിശ്വനാഥ് എല്ലാം വിജയരാഘവനൊക്കെ നല്ലതാരാന്ന് പറയാൻ പറ്റുന്നത് അതുപോലെയാണ്. ഒന്നിനൊന്നിനും മെച്ചം. കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ പടം എന്ന് വെച്ചാൽ 2 മണിക്കൂറുമില്ല. നമ്മളെ പുഷ്പ കണ്ട് മടിപ്പിച്ച പോലെ ഒന്നും നമ്മളെ മടിപ്പിച്ചില്ല. 2 മണിക്കൂറിൻ്റെ പടവും തീർത്ത് ഒട്ടപ്പൊരിച്ചിൽ കിടുപ്പം പടം കേട്ടോ, ഒന്നും പറയാനില്ല. മസ്റ്റ് വാച്ച് തിയേറ്റർ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിനകത്ത് തന്നെ വന്ന് കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മാർക്കോയ്ക്ക് ഒരു വെല്ലുവിളിയാണ്. വെല്ലുവിളി തന്നെയാണ്. മിക്കവാറും ലൈഫ് ക്ലബ്ബ് തൂക്കുന്ന ലക്ഷണമാണ് കാണുന്നത് ഈ ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു.